നമ്മുടെ ആഖിറം രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നിസ്കാരം ശരിയാവുക എന്നത്. നിസ്കാരത്തിൻ്റെ ഫർള്, അത് അനിവാര്യമായതെല്ലാം ജീവിതത്തിൽ എടുത്തുകൊണ്ട് നിസ്കരിക്കുമ്പോഴേ നിസ്കാരമാവുകയുള്ളൂ. നിസ്കാരത്തിൻ്റെ ഷർത്ത് അത് പാലിക്കുമ്പോഴേ നിസ്കാരമാവുകയുള്ളൂ. ഏറ്റവും ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരമാണ് ജുമഅ എന്ന് പറയുന്നത്. ആ ജുമഅയോടനുബന്ധിച്ചുള്ള ഖുതുബ അത് നിസ്കാരത്തെക്കാൾ ഒരു നിലക്ക് പ്രസക്തമാണ്. അതുകൊണ്ടാണല്ലോ ഖുതുബ ഓതുന്ന സമയത്ത് സുന്നത്ത് നിസ്കാരം പാടില്ല, തഹിയ്യത്തല്ലാത്ത ഒരു നിസ്കാരവും പാടില്ല. അതേ വണ്ടി പോകുന്ന സമയത്ത് കാറും ബസ്സും ഒക്കെ നിർത്തിയിട്ട് എന്നിട്ട് ഗേറ്റ് അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ പിന്നെ ബസ് പോകുമ്പോൾ അതേ ഗേറ്റ് അടച്ചിട്ട് തീവണ്ടി നിർത്തിക്കൂടെ എന്നാരും ചോദിക്കാറില്ല. കാരണം തീവണ്ടിക്കാണ് ബസ്സിനേക്കാൾ പ്രസക്തി. ഇതുപോലെ സുന്നത്ത് നിസ്കാരം പാടില്ല, അവിടെ ഗേറ്റ് അടക്കുകയാണ് ഖുതുബ ഓതുന്ന സമയത്ത്. കാരണം ലിഅന്നഹു ഇബാദത്തുൻ ഇഫ്തഖറത് ഇലാ ദിക്രില്ലാഹി ഫഫ്തഖറത് ഇലാ ദിക്രി റസൂലില്ലാഹി എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അതൊരു മഹത്തായ ഇബാദത്താണ്, അല്ലാഹുവിനെ പറയുന്ന ഇബാദത്താണ്. അൽഹംദുലില്ലാഹ് പറയാത്ത ഖുതുബയുണ്ടോ? ഫഫ്തഖറത് ഇലാ ദിക്രി റസൂലില്ലാഹി, അല്ലാഹുവിനെ പറയുന്നിടത്തെല്ലാം പറയപ്പെടേണ്ട വ്യക്തിയാണ്. വറഫഅനാ ലക ദിക്റക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലിനെയും അതേ പറയണം, അവിടുത്തെ പേരിൽ സ്വലാത്ത് ഉണ്ടെങ്കിലേ ഖുതുബയാവുകയുള്ളൂ. ചില ആളുകളുണ്ട്, അവർക്ക് അതേ ഏത് വിഷയം ചെയ്യുമ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പതിവാക്കി എന്ന റിപ്പോർട്ട് കിട്ടിയാലേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. അവർക്ക് തെറ്റിപ്പറ്റിപ്പോയി. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, പണ്ഡിതന്മാർ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ഖുതുബയിൽ 2 ഖുതുബയിലും സലാത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ അത് പതിവാക്കി എന്നല്ല തെളിവ് പറഞ്ഞത്. മറിച്ച് അതിനവർ തെളിവ് പറഞ്ഞത് അള്ളാഹുവിന്റെ പേര് പറയുന്ന സ്ഥലത്തൊക്കെ നബി തങ്ങളുടെ പേര് പറയണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സലാത്ത് ചൊല്ലൽ സുന്നത്തെന്നല്ല, അത് നിർബന്ധമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ വിഷയത്തിനും നബി തങ്ങൾ ചെയ്തു എന്ന റിപ്പോർട്ട് വേണമെന്നൊരു അഭിപ്രായം മുസ്ലിം പണ്ഡിതന്മാർക്കില്ലെന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. അതുകൊണ്ടാണ് എല്ലാവരുടെ ഖുതുബയിലും സലാത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാനത് വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, ആ മഹത്തായ ഖുതുബ അത് നമുക്കറിയാം നിസ്കാരം പോലെ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട, അതിനേക്കാൾ ഒരു നിലക്ക് പ്രസക്തിയുള്ള ഒരു ഇബാദത്താണ്. ചിലരുടെ ധാരണ ഖുതുബ എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള ഒരു സംഭാഷണമാണ് എന്നാണ്. അൽഹംദുലില്ലാഹ് എന്നത് ജനങ്ങളോടാണോ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അത് ജനങ്ങളോടാണോ? അല്ലല്ലോ. ഖുതുബയിൽ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്തഖുല്ലാഹ് അല്ലെങ്കിൽ ഊസീകും ബിത്തഖ്വല്ലാഹ്. അത് നിസ്കാരത്തിലും ഇല്ലേ? നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന ദിക്റുണ്ട്, പരിശുദ്ധ ഖുർആൻ ഓതലുണ്ട്. നന്മഴകായി വെൺമുകിലായി കേരള യാത്ര ചെയ്താ